Stoichiometric calculation. We will discuss this area. Stoichiometric calculation. This stoichiometry is a term two Greek words. One is stoichion, and metron. Stoichion is the word that is element. Metron is the word measure. But stoichiometry is the meaning of measurement of element. That element, substance, amount measure. Now, stoichiometric calculation is substance amount measure calculation. We will specify it is calculation of amount of reactants and products in a chemical reaction. One chemical reaction product amount reactant amount ennu calculation stoichiometric calculation. This chemical reaction basis, calculation the reaction should be balanced. Balanced equation ഉപയോഗിച്ച് മാത്രമേ നമുക്ക് calculation നടത്താൻ പറ്റുള്ളൂ. എങ്ങനെയാണ് reaction balance ചെയ്യാന്നൊക്കെ നമുക്ക് one by one പഠിക്കാം. ആദ്യം ഞാൻ ഒരു എക്സാമ്പിളോട് പറയാണ്. Nitrogen gas plus hydrogen gas become ammonia gas. ഇത് നമുക്ക് പരിചയമുള്ള റിയാക്ഷൻ ആണ്. ഇത് ബാലൻസ്ഡ് റിയാക്ഷൻ ആണ്. ഇവിടെ 2n ഉണ്ട്, അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. മൊത്തം 6H വരുന്നുണ്ട്, ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. Now it is a balanced reaction. നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ പറയുന്നത് 1 mole N2 react with 3 mole H2 to get 2 mole NH3. Balanced equation പ്രകാരം അങ്ങനെ പറയാൻ പറ്റും. 1 mole N2 ന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 gram ആണ്. 3 mole H2 ന്റെ മാസ് 6 gram ആണ്. 2 mole NH3 യുടെ മാസ് 34 gram ആണ്. ഇത് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് STP ലെ വോളിയം വെച്ച് പറയാലോ. 1 mole ഗ്യാസിന്റെ വോളിയം എത്രയാണ്? That is 22.4 liter. 3 mole ന്റെ വോളിയം 3 into ചെയ്ത 67.2 liter. 2 mole ന്റെ വോളിയം 44.8 liter. At STP or NTP. അപ്പോൾ മാത്രമേ ആ വാല്യൂക്ക് പ്രസക്തിയുള്ളൂ. നോക്കൂ, 1 mole react with 3 mole to give 2 mole ammonia. 28 gram hydrogen react with 6 gram hydrogen to form 34 gram ammonia. ഈ മാസിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. That is law of conservation of mass. നമ്മൾ പഠിച്ചിട്ടുണ്ട് total mass of reactant should be equal to total mass of product. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 34 ആണ്. അത് ഇവിടെ ആയിരിക്കണം. സോ ഒരു ബാലൻസ്ഡ് ഇക്വേഷനിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്പർ ഓഫ് മോൾ വെച്ചിട്ടോ വോളിയം വെച്ചിട്ടോ അങ്ങനെ പറയാൻ കഴിയില്ല. മാസ് ഉപയോഗിച്ച് മാത്രം പറയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 1 മോൾ ആണെങ്കിൽ ഇത് 3 മോൾ ആണ്, ഇത് 2 മോൾ ആണ്. ഇത് 1 മോളിന് പകരം 2 മോൾ എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് 6 മോളാന്ന് പറഞ്ഞൂടെ, ഇത് 4 മോളാന്ന് പറഞ്ഞൂടെ. അതുപോലെ ഇത് 2 മോൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, 1 മോളിനല്ലേ 6 ഗ്രാം, 2 മോളിനോ 12 ഗ്രാം ആയിരിക്കും. അങ്ങനെ ഒരാളെ എമൗണ്ട് ഉപയോഗിച്ച് മറ്റുള്ള എല്ലാവരുടെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ എ പർട്ടിക്കുലർ റിയാക്ഷൻ. ദാറ്റ് കാൽക്കുലേഷൻ ഈസ് നോൺ ആസ് സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻ. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. CH4 plus O2 become CO2 and H2O. ഇത് ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇവിടെ 2 കൊടുത്തു. അപ്പോൾ ടോട്ടൽ 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇവിടെ 2 കൊടുത്തു. Now it is balanced reaction. നമുക്ക് നേരത്തെ എഴുതിയ പോലെ എഴുതാം. 1 mole CH4 react with 2 mole O2 to get 1 mole CO2 and 2 mole H2O. Its mass will be 16 gram CH4 react with 64 gram oxygen to form 44 gram CO2 and 36 gram water. ഇതെല്ലാം ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് STP അപ്ലൈ ചെയ്യാം. 22.4 liter ammonia methane react with 44.8 liter O2 to get 22.4 liter CO2 and 44.8 liter H2O. So, a reaction balance is that number of mole,
മാസ്, വോളിയം, ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളെ വാല്യൂ തന്നാൽ മറ്റുള്ളവരുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. ഈ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ടേമാണ് ദറ്റ് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നോ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നോ നമുക്ക് പറയാൻ പറ്റും. റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളാണ്. ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആൾ. ഏത് റിയാക്റ്റൻ്റ് ആണോ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്, ദാറ്റ് റിയാക്റ്റൻ്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്തുകൊണ്ടായിരിക്കും ഒരാൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആവുന്നത്? വെരി സിമ്പിൾ. ഇറ്റ്സ് എമൗണ്ട് വിൽ ബി ലെസ് ദാൻ റിക്വയർഡ്. ഏത് റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് ആണോ നമുക്ക് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറവുള്ളത്, അയാളായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്. റിയാക്റ്റൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ ലെസ് ക്വാണ്ടിറ്റി ദാൻ റിക്വയർഡ്. ഒരാളുടെ എമൗണ്ട് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറവാണെങ്കിൽ ആ റിയാക്ഷൻ അവസാനിക്കുമ്പോൾ ഈ സബ്സ്റ്റൻസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യൂലേ? കാരണം എന്താ? അതിൻ്റെ എമൗണ്ട് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറവാണ്. സോ ഇറ്റ് ഷുഡ് അണ്ടർഗോ കംപ്ലീറ്റ് റിയാക്ഷൻ. ഇറ്റ് അണ്ടർഗോസ് കംപ്ലീറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ലിമിറ്റിംഗ് റിയേജൻറ്റ് റിയാക്ട് ചെയ്യുന്നതോടുകൂടി, ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ട് അവസാനിക്കുന്നതോടുകൂടി ആ റിയാക്ഷനും സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. സോ എത്ര എമൗണ്ട് പ്രൊഡക്റ്റ് കിട്ടണമെന്ന് തീരുമാനിക്കുന്ന ആൾ ലിമിറ്റിംഗ് റിയേജൻ്റാണ്. സോ ആ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, ആ റിയാക്ഷൻ എപ്പോൾ അവസാനിക്കണം, എത്ര എമൗണ്ട് പ്രൊഡക്റ്റ് കിട്ടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ലിമിറ്റിംഗ് റിയേജൻ്റാണ്. സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മളൊരു സബ്സ്റ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മളെ കയ്യിൽ ഒരുപാടുണ്ട്, മറ്റാൾ കുറച്ചുള്ളൂ. അപ്പോൾ ആരാണോ ലെസ് ക്വാണ്ടിറ്റി ദാൻ റിക്വയർഡ് അതല്ലേ റിയാക്ഷനിൽ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ എക്സസ് റിയേജൻറ്റിന് ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. സോ അവിടെ റിയാക്ഷൻ നടക്കുന്നതല്ല. സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് റിയാക്ട് ചെയ്യുന്നതോടുകൂടി റിയാക്ഷൻ ഗെറ്റ് സ്റ്റോപ്ഡ്. ഇറ്റ് അണ്ടർഗോസ് കംപ്ലീറ്റ് റിയാക്ഷൻ. പക്ഷേ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടത്. നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്. 10 gram hydrogen react with 100 gram oxygen to form water. 10 gram hydrogen react with 100 gram oxygen to form water. Find amount of H2O formed. Find amount of excess reagent remaining. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും എമൗണ്ട് തന്നാൽ, ഇവിടെ തന്നിട്ടുണ്ട് 10 gram H2, 100 gram O2. രണ്ട് റിയാക്റ്റിൻ്റെ എമൗണ്ട് തന്നാൽ അതിലൊരാൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ നോക്കിയിട്ട് ആ ലിമിറ്റിംഗ് റിയേജൻ്റ് ബേസിലായിരിക്കണം കാൽക്കുലേഷൻ നടത്തേണ്ടത്. കാരണം എന്താ? ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക, എക്സസ് റിയേജൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞ റിയാക്ഷൻ ആദ്യം നമ്മൾ എഴുതണം. എന്താണത്? H2 ഗ്യാസ് റിയാക്ട് വിത്ത് O2 ഗ്യാസ് ടു ഫോം water. Reaction should balance first. 2H2 plus O2 become 2H2O. ഇവിടെ ക്വസ്റ്റ്യനിൽ H2വിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 10 gram, O2വിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 100 gram. നമുക്ക് ചെക്ക് ചെയ്യാം. H2വിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 10 gram എന്നും O2വിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 100 gram എന്നുമാണ്. ക്വസ്റ്റ്യൻ തന്ന ഡാറ്റയാണ് 10 gram H2 റിയാക്ട് വിത്ത് 100 gram O2. നമ്മളിനി ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഇത് 4 gram അല്ലേ വരിക 2H2, ഇത് 32 gram എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇത് 36 gram ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്നാണ്. നോക്കൂ, ഇത് 4 gram ആണെങ്കിൽ ഇത് 32 gram വേണം. ഇത് 10 ഗ്രാമും ഇത് 100 gram അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 4 ആണെങ്കിൽ 32 ആണ്, 8 ആണെങ്കിലോ 64 ആണ്. ഇത് 10 ആണെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് എത്രയാണ് വേണ്ടത് എന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. H2 ആൻഡ് O2വിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് 4:32 ആണ്. ദാറ്റ് ഈസ് 1:8 ആണ്. ദാറ്റ് ഈസ് 10:80 ആണ്. ഇപ്പം എന്ത് മനസ്സിലായി? 10 gram H2വിൻ്റെ കൂടെ റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടത്
80 gram O2 ആണ് എന്നർത്ഥം. പക്ഷെ നമ്മളെ കയ്യിൽ O2 എത്ര ഉണ്ട്? 100 gram ഉണ്ട്. അപ്പോൾ O2 റിക്വയർഡ് എമൗണ്ടിനേക്കാളും കൂടുതലല്ലേ? റിക്വയർഡ് എമൗണ്ടിനേക്കാളും ഒരാൾ കൂടുതലാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേര് എക്സസ് റിയേജൻ്റ് എന്നാണ്. ഇയാൾ എക്സസ് റിയേജൻ്റ് ആണെങ്കിൽ ഇയാളല്ലേ ലിമിറ്റിംഗ് റിയേജൻ്റ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? ദാറ്റ് ഈസ് H2. അതാദ്യം നമുക്ക് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് റിയേജൻ്റ്. ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത്. ഓക്സിജൻ്റെ എമൗണ്ട് 100 gram എന്നതിന് ഇവിടെ ഇനി ഒരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം ആ 100 gram റിയാക്ഷനിൽ പങ്കെടുക്കോ? ഇല്ല. അതിൽ നിന്ന് 80 gram മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. സോ ആ 100 ഗ്രാമിന് ദർ ഇസ് നോ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇത് 4 ആണെങ്കിൽ ഇത് 32 ആണ്, ഇത് 36 ആണ്. ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞത്? H2 ദാറ്റ് ഈസ് 10 gram. ഇത് നമുക്ക് എങ്ങനെ 10 gram ആക്കാം? ഇതിന് ഇൻറ്റു 2.5 ചെയ്താൽ മതി. അപ്പോൾ ഇത് 10 gram കിട്ടും. ഇതിനെ ഇൻറ്റു 2.5 ചെയ്താൽ ഇത് നമുക്ക് 80 gram എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും ഇതിനെയും ഇൻറ്റു 2.5 ചെയ്യണം. പക്ഷേ ഈ രണ്ടിൻ്റെ മാസ് കിട്ടിയാൽ ആ മാസ് കാണണമെങ്കിൽ ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 90 gram. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. 10 gram H2 റിയാക്ട് വിത്ത് 80 gram O2 ടു ഫോം 90 gram H2O. നമ്മളെ ക്വസ്റ്റ്യൻ തരുന്നു ഫൈൻഡ് എമൗണ്ട് ഓഫ് H2O ഫോംഡ്. അതെത്രയാണ്? 90 gram ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എമൗണ്ട് ഓഫ് എക്സസ് റിയേജൻറ്റ് റിമൈനിങ്. എത്ര എക്സസ് റിയേജൻറ്റ് ബാക്കി വരുന്നുണ്ട്? ഇവിടെ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 80 gram റിയാക്ഷനിൽ പങ്കെടുത്തു, 100 gram നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആരാണ് ബാക്കി വരിക എന്നുകൂടി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജനാണ് ബാക്കി വരിക. ദാറ്റ് ഈസ് 100 മൈനസ് 80 ദാറ്റ് ഈസ് 20 gram. 20 gram ഓക്സിജൻ റിമൈൻ ചെയ്യുന്നു, 90 gram H2O ഫോം ചെയ്യുന്നു. എത്ര ഗ്രാം H2 ബാക്കി ഉണ്ടാവും? H2 ഒന്നും ബാക്കി ഉണ്ടാവില്ല. കാരണം H2 ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇതാണ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ.